പവിത്രത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടതിയിൽ നിന്നിറങ്ങിയതും വിക്രം ശ്രീയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. എടാ മച്ചാനെ, നീ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? എന്നെ വിളിച്ചിട്ട് പോയതല്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്? നീ എന്താ പറഞ്ഞത്? എൻ്റെ ചേട്ടൻ്റെ ജീവിതം കുളം തോണ്ടും, ജീവിതത്തിലൊരിക്കലും തലപൊക്കി നടക്കാൻ പറ്റാത്ത വിധമാക്കി തീർക്കും, ഞങ്ങളുടെ സമാധാനമില്ലാതാക്കി തീർക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇപ്പോൾ എങ്ങനെയുണ്ട്? നീ കളിക്കുന്നതേ വിക്രമിനോടാ, അത് ആലോചിക്കണം നീ. നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊക്കിയില്ലടാ. എന്നാലും നാണമില്ലല്ലോടാ നിനക്ക്. ഭാര്യ ഉണ്ടായിരിക്കുമ്പോഴേ മറ്റൊരു സ്ത്രീയോടൊപ്പം നാണമില്ലാത്ത സാധനം. എന്തായാലും നീയും ആ പെണ്ണുമായിട്ടുള്ള ഫോട്ടോസും നീ അവൾക്ക് വേണ്ടി കരുതി വെച്ച ഡയമണ്ട് നെക്ലസും എല്ലാം ഞാൻ കണ്ടെടുത്തിട്ടുണ്ട്. തെളിവിനായിട്ട് എല്ലാം ഞാൻ സൂക്ഷിച്ചിരിക്കുക. നീ കേസിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ എല്ലാം ഞാൻ നിന്റെ വീട്ടുകാരെ അറിയിക്കുമായിരുന്നു. എൻ്റെ ആളുകളുണ്ടല്ലോ, നിന്റെ വീട്ടിന് മുന്നിലും ഉണ്ട്, വർഷയുടെ വീടിന് മുന്നിലും ഉണ്ട്. നീ എന്താ വിചാരിച്ചതിനെ പറ്റി എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന ശ്രീ ആകെ പേടിച്ച് കണ്ണും തള്ളി നിൽക്കുകയാണ്. വിക്രമിനോട് പറയുന്നുണ്ട്, പ്ലീസ് വിക്രം, ആരോടും ഒന്നും പറയരുത്. വേദയോടും ദർശനോട് പോലും നീ ഇതിനെക്കുറിച്ച് പറയരുത് എന്ന് പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അതെ, ഞാൻ നിന്നെപ്പോലെ ചേട്ടയല്ല, എനിക്ക് കുറച്ച് മാനോ അഭിമാനമൊക്കെ ഉണ്ട്. നിന്നെ ഓർത്തല്ല ഈ വിവരം ഞാൻ അവരോട് പറയാത്തത്. നിന്റെ വേദയോടും ദർശനോടും ഇത് പറഞ്ഞു കഴിഞ്ഞാലേ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാത്തത്. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ വേദ വരുന്നത്. എന്തു പറ്റി? നീ എന്നെ വിളിച്ചതല്ലേ? എന്നിട്ടിപ്പോൾ എന്തിനാ ഈ കേസ് പിൻവലിച്ചത്? എന്തോ കാരണമുണ്ട്. വിക്രം എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ ചേട്ടാ കാര്യം? പറ എന്ന് പറഞ്ഞ് കൂസലില്ലാണ്ട് നിൽക്കുക കേട്ടോ. ഇത് കഴിയിട്ട് വിക്രം പറയുന്നുണ്ട്, അനിയത്തി ചോദിക്കുന്നത് കേട്ടില്ലേ, എന്താ കാരണമെന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് ശ്രീയുടെ മുഖത്തേക്ക് നോക്കുകയാണ് വിക്രം. ശ്രീ ആണെങ്കിൽ തുറിച്ച് നോക്കുക കേട്ടോ വിക്രമിനെ. ഒന്നും മിണ്ടാതെ പതുക്കെ അങ്ങ് മുങ്ങുകയാണ് ശ്രീ. എന്നാൽ വേദ ശ്രീയെ അങ്ങ് വിടാൻ തീരുമാനിച്ചിട്ടില്ല. വേദ പിറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചേട്ടാ, എനിക്ക് ചേട്ടനോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ അരികിൽ നിന്നും പതുക്കെ ശ്രീ അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ വേദ പിറകെ ചെല്ലുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, അതെ ചേട്ടൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇപ്പോൾ മനസ്സിലായോ? ഞാൻ ചേട്ടൻ്റെ അനിയത്തി തന്നെയാ. നമ്മളെ ഒരച്ഛന് പിറന്നതാ. ചേട്ടൻ്റെ അതേ വാശി എനിക്കുണ്ട്. ഇപ്പോൾ കേസിൽ ആരാ വിജയിച്ചത്? ചേട്ടൻ എന്നോട് എന്താ പറഞ്ഞത്? ശ്രീയേട്ടൻ ഒരിക്കലും വിശ്വേട്ടൻ ഒരിക്കലും ജയിലിൽ നിന്നും ഇറങ്ങത്തില്ല, നാണം കെട്ട് ജീവിക്കേണ്ടി വരുമെന്നല്ലേ? ഇപ്പോൾ ആരാ കോടതിയിൽ മുന്നിൽ എല്ലാവർക്കും മുൻപിൽ നാണം കെട്ടത്? ചേട്ടൻ തന്നെയല്ലേ? ഇനി വീട്ടിലേക്ക് അങ്ങ് ചെല്ല്. അച്ഛൻ്റെ വക ഒരു പൊടിപൂരം ഉണ്ടായിരിക്കും. അതെനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റത്തില്ലോ. അങ്ങനത്തെ ഒരു സങ്കടം കൂടി എനിക്കുണ്ട് കേട്ടോ. എന്തായാലും വിക്രം ഇപ്പോൾ ആരാണെന്ന് മനസ്സിലായല്ലോ. ഇനി വിക്രമിൻ്റെ അരികിലോ ഞങ്ങൾക്ക് മുൻപിലോ ആരുടെ മുന്നിൽ വന്നേക്കരുതിനി, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോവാണ്. ശ്രീ ആണെങ്കിൽ മറുപടി പറയാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. വിക്രം ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ എന്നൊരക്ഷരം പറയാണ്ട് ശ്രീ ഇവർ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുകയാണ്. പാവം വിശ്വനാണെങ്കിൽ തൻ്റെ മുതലാളിയെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടത്തോടു കൂടി ശ്രീയുടെ അടുത്തേക്ക് വിഷം വരുന്നുണ്ട്. ശ്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, സാറിനെ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, എല്ലാവരേക്കാളും ഉപരി. എന്നിട്ടും എന്നെ ചതിച്ചു അല്ലേ? എൻ്റെ വിശ്വാസത്തെ നിങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്നെ എന്നെ ചതിച്ചു. ഇങ്ങനെയൊരു ചതി എന്നോട് ചെയ്യേണ്ടായിരുന്നു. ഇത് കേട്ട് നാണം കെട്ട് ശ്രീ വിശ്വത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വലിയൊരു തെറ്റ് ഞങ്ങളോട് ചെയ്തു, അതും എൻ്റെ പാവം പിടിച്ച ഈ മനുഷ്യനോട്. നിങ്ങളുടെ കുടുംബം മൊത്തം നിങ്ങളെ ശപിച്ചിട്ടുണ്ട്. അതിനുള്ള ഫലം തന്നെയാണ് ദൈവം തന്നത്. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തന്നെയല്ലേ നിങ്ങളും നിൽക്കുന്നത്. ഇനി ആരോടും നിങ്ങൾ ഇങ്ങനൊരു ചതി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജയും വിശ്വവും അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിലെത്തിയതും വർഷ ശ്രീയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. ശ്രീ ആണെങ്കിൽ ആരോടും സംസാരിക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് ഒരേ ഇരിക്കുകയാണ്. ഇതുകൊണ്ട് വർഷ ചോദിക്കുന്നുണ്ട്. വർഷയ്ക്കാണെങ്കിൽ കോടതിയിൽ ഈ സംഭവിച്ചതെല്ലാം ആലോചിച്ചുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അവൾ. എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ല. വർഷയുടെ വേഗം ശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതെ ശ്രീയേട്ടാ, എന്താണ് അവിടെ സംഭവിച്ചത് കോടതിയിൽ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേസ് പിൻവലിച്ചത്? എനിക്കറിഞ്ഞേ പറ്റൂ. പറ ശ്രീയേട്ടാ, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞേ പറ്റത്തുള്ളൂ.
എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കാൻ വർഷ. പക്ഷേ ശ്രീ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ദർശൻ ഒരു ബോക്സ് സീഡ്സുമായി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും സീഡ്സ് എടുത്തോളൂ, എൻ്റെ കേസ് ജയിച്ച ദിവസമാണെന്ന്. ഞാൻ ആദ്യമായല്ല ഏറ്റെടുത്ത കേസ് ജയിക്കുന്നത്, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ തോറ്റുപോകുമെന്ന് വിശ്വസിച്ചിരുന്ന കേസ് അവസാന നിമിഷത്തിൽ ജയിച്ചിരിക്കണു. അതും ശ്രീയേട്ടൻ വിചാരിച്ചതുകൊണ്ടാട്ടോ കേസ് ജയിച്ചത്. എന്ത് പറ്റി ശ്രീയേട്ടാ? എന്തായാലും സീറ്റ്സ് ആദ്യം തന്നെ ശ്രീയേട്ടൻ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടുന്നുണ്ട്. പക്ഷേ ശ്രീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ വർഷ ചോദിക്കുന്നുണ്ട്, എടാ ദർശ, നീയൊരു വക്കീലല്ലേ, എന്തായാലും എന്തിനു വേണ്ടിയാണ് ശ്രീയേട്ടൻ ഈ കേസിൽ നിന്നും പിൻവലിച്ചത് എന്ന് നിനക്കറിയാൻ പറ്റുമല്ലോ, എനിക്ക് ആ കാരണം അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, എനിക്കും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ലാസ്റ്റ് നിമിഷം നമ്മുടെ ശ്രീയേട്ടൻ കേസിൽ നിന്നും പിന്മാറി, അത്രമാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ രക്ഷപ്പെട്ടുവല്ലോ. എന്തായാലും ഞാൻ പോവാണ്, നിങ്ങൾ ഈ സീറ്റ്സ് സാവധാനം എടുത്ത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ബോക്സ് അവിടെ ടേബിൾ വെച്ച് ദർശൻ അവിടെ നിന്നും പോകുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ വിനയൻ നന്ദിനിയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നന്ദിനി നീ എവിടെ? വിശ്വേട്ടനെ നമുക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാം, നീ ആ താല ഇങ്ങ് എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. നന്ദിനി ഓടി വരുന്നുണ്ട്. ഇതാ ഞാൻ കൊണ്ടുവന്ന ചേട്ടാ എന്ന് പറയുന്ന സമയത്ത് വിനയൻ വയറിങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എടി എൻ്റെ അടിവയറ്റിൽ നിന്നും ഒരു കാളിലങ്ങോട്ട് കയറുന്നുണ്ട്, എന്താണെന്നറിയാവോ നിനക്ക്? എന്താ മനുഷ്യൻ നിങ്ങൾക്ക് ഈ സമയത്തൊരു വയറുവേദന എന്ന് ചോദിക്കട്ടോ നന്ദിനി. എടി വയറുവേദനയല്ലടി, എനിക്കുണ്ടല്ലോ, എല്ലാവരും ഇപ്പോൾ സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണ്. വീട്ടിലെത്തിയതും വിനയ് നന്ദിനിയോട് വിളിച്ച് പറയുന്നുണ്ട്, എടി ആ താലം എടുത്തോണ്ട് വാ, നമുക്ക് വിശ്വേട്ടനെ ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റണം എന്ന് പറയുന്നുണ്ട്. നന്ദിനി ഓടി വരുന്നുണ്ട്. ഇതാ ചേട്ടാ, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. നമ്മുടെ വിനയനാണെങ്കിൽ വയറൊഴിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും നല്ല സന്തോഷത്തിലാണ് വരുന്നത്, പക്ഷേ എൻ്റെ വയറിന് അടിവയറ്റുന്ന ഒരു കാളിൽ കയറുന്നുണ്ടടി എന്ന് പറയുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ മനുഷ്യൻ നിങ്ങൾക്ക് പറ്റിയത്? അതോ നിനക്കറിയത്തില്ലേ, നീ ഈ കാരണങ്ങൾക്കെല്ലാം വിശ്വേട്ടന് വന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം വേദയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നീ വേദയല്ലേ കുറ്റപ്പെടുത്തുന്നത്? നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, ഇതിനൊക്കെ കാരണക്കാരൻ ആരാടി? ഞാനല്ലേ? ഈ വിവരം എങ്ങാനും അച്ഛനും അമ്മയും അറിഞ്ഞാലുണ്ടല്ലോ എന്നെ കൊല്ലും അവർ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമടി, അതാലോചിച്ചിട്ടാണ് എനിക്ക് പേടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഓട്ടോയിൽ എല്ലാവരും വന്ന് ഇറങ്ങുന്നുണ്ട്. വിക്രം അകത്തേക്ക് കയറിയതും വിനയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, വിനയേട്ടാ, ഈ വിശ്വേട്ടന് ജോലി വാങ്ങിച്ചു കൊടുത്തത് വിനയേട്ടനാണെന്നല്ലേ പറയുന്നത്? ഇതാ എങ്ങനെയാ വിശ്വേട്ടന് ഈ ജോലി ശരിയായത്? ആര് പറഞ്ഞിട്ടാ എന്ന് ചോദിക്കുമ്പോൾ വിനയം കിടന്ന് തപ്പു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതേ എടാ വിക്രം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഇതിൻ്റെ മുതലാളി വേദിയുടെ ചേട്ടനാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അങ്ങനെ പറ്റിപ്പോയതാടാ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ ഫ്രണ്ട് ആരാന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇത് ചോദിച്ച് നിൽക്കുമ്പോഴേക്കും വിനയൻ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് ബാഗും പെട്ടിയും എല്ലാം എടുത്തുകൊണ്ട് കയറി വരുവാണ്. ഇത് കണ്ട് നന്ദിനി വയലൻ്റ് ആവുന്നുണ്ട്. എടി നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് എന്നെ കയറി വന്നത്? നീ യാത്ര പറഞ്ഞ് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് നിൻ്റെ വീട്ടിലേക്ക് പോയതല്ലേ, വീണ്ടും എന്തിനാ ഇങ്ങോട്ട് കുറ്റിയും കയറും പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് പറയട്ടോ. അപ്പോഴേക്കും വേഗം വിനയൻ അവളെ വായ പൊത്തുന്നുണ്ട്. നന്ദിനി ഒന്നും മിണ്ടാതിരിക്കേ പ്ലീസ് നന്ദിനി, ഞാൻ ആരുമില്ല, ഇവിടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിച്ചേനെ, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രീജയും പറയുന്നുണ്ട് കേട്ടോ, നന്ദിനി നീ മിണ്ടാതിരിക്കേ, പ്രശ്നമെല്ലാം സോൾവ് ആയില്ലേ, ഏട്ടൻ തിരിച്ചു വന്നു, ഇനി എന്താ പ്രശ്നം? വേദ ഇവിടെ കയറി വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. വേദ നേരെ ചെന്ന് വിഷത്തോടാണ് സംസാരിക്കുന്നത്. ചേട്ടൻ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. ചേട്ടനെ എങ്ങനെ പുറത്തിറക്കാമെന്ന് ആലോചിച്ച് എനിക്ക് ഒരു വഴിയും കാണുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചേട്ടനോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ചേട്ടൻ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് വിശ്വം പറയുന്നുണ്ട്, സാരമില്ല മോളെ, ഞാൻ പുറത്തിറങ്ങിയല്ലോ, എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ആ ജയിലിൽ കിടന്ന് എൻ്റെ ജീവിതം നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചതാ. ഞാൻ അവിടെ കിടന്ന് എത്ര സങ്കടപ്പെട്ടു എന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം വീടൊക്കെ ആകെ ഇങ്ങനെ നോക്കി കാണുക കേട്ടോ. നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് വിശ്വം.